എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരത്തിൽ രേവതിക്കും സച്ചിക്കുമാണ് കപ്പ് കിട്ടുന്നത്. രേവതിയും സച്ചിയുമാണ് ബെസ്റ്റ് കപ്പിൾസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ശ്രുതിയുടെ ബോധം പോകുന്നുണ്ട്. കാരണം അത്രത്തോളമാണല്ലോ ശ്രുതിയും ശ്രുതിയും കൂടി രേവതിയും സച്ചിയെയും കളിയാക്കിയത്. ഒരിക്കലും അവർക്ക് ബെസ്റ്റ് കപ്പിൾസ് ആയിട്ടുള്ള ഒരു അവാർഡ് കിട്ടില്ല. ഇതിൽ നിന്ന് എങ്ങനെയായാലും ഈ മത്സരത്തിൽ നിന്ന് തോറ്റു പോകുമെന്ന ഉറപ്പോടെയാണ് മത്സരത്തിന് ശ്രുതിയും പോയിട്ടുണ്ടായിരുന്നത്. എന്നാ നേരെ തിരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത്. രേവതിയും സച്ചിയും കപ്പ് കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. ശ്രുതിയും തോറ്റു തുന്നം പാടിയിട്ടാണ് വരുന്നത്. സച്ചിയാണെങ്കിൽ ശ്രുതിയെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. വീട്ടിലെത്തിയതും ചന്ദ്രമതിയെ ചോദിക്കുന്നുണ്ട്, എന്തായടാ നിനക്ക് തന്നെയല്ലേ ഫസ്റ്റ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ് ശ്രുതിയോട്. ഇല്ല അമ്മേ, എനിക്ക് ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല, ഞങ്ങൾ ഔട്ടായി പോയി എന്ന് പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ തല പൊക്കാൻ കഴിയാതെ തല താത്തി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ശ്രുതിയോട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, തോറ്റുപോയോ, ആർക്കാ കപ്പ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്ന സമയത്താണ് കാറിൽ നിന്നും രേവതിയും സച്ചിയും ഇറങ്ങി വരുന്നത്. അവരുടെ കയ്യിലാണെങ്കിൽ കപ്പുമുണ്ട്, 1,00,000 രൂപയുടെ ചെക്കും ഉണ്ട്. ഇത് കാണുമ്പോൾ ചന്ദ്രമതി ആകെ ഷോക്കായി പോകുന്നുണ്ട്. ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അത് എന്റെ കപ്പല്ലേ, അതെന്തിനാ അവരുടെ കൈ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്റെ കപ്പൊന്നും അല്ല അമ്മേ, അത് അവർക്ക് കിട്ടിയ കപ്പ, അവരാ ബെസ്റ്റ് കപ്പിൾസ് ആയി തെരഞ്ഞെടുത്തത് എന്ന് പറയാണ്. അവര് ബെസ്റ്റ് കപ്പിൾസ് ആണെന്നോ? നീ എന്തൊക്കെയായി പറയുന്നത്? അവരാണെങ്കിൽ എങ്ങനെ ബെസ്റ്റ് കപ്പിൾസ് ആവാനാ എന്ന് പറയുന്നുണ്ട്. വർഷയും സിദ്ധാർത്ഥം ഇത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട്, അതെന്താ അമ്മേ, അവർക്ക് ബെസ്റ്റ് കപ്പിൾസ് ആയിക്കൂടെ, അവരാണ് ബെസ്റ്റ് കപ്പിൾസ്, അവര് തെരഞ്ഞെടുത്തത് ഇവര് രണ്ടുപേരെയാണ്. ക്യാഷ് പ്രൈസ് കിട്ടിയതും ഇവർക്ക് രണ്ടുപേർക്കാണ് എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത്. വർഷ പറയാണ്, എനിക്ക് ആദ്യം അറിയായിരുന്നു അവർക്ക് അതിനുള്ള ചാൻസ് ഉണ്ടെന്ന്, കാരണം അവര് വീട്ടിലും നല്ല ബെസ്റ്റ് കപ്പിൾസ് അല്ലേ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഓ, ഒരു ബെസ്റ്റ് കപ്പിൾസ് വന്നിരിക്കുന്നു, ഇവരെങ്ങനെ കല്യാണം കഴിച്ചതെന്നൊക്കെ നമുക്കറിയാവുന്നതല്ലേ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണ്. എങ്ങനെ കല്യാണം കഴിച്ചാൽ എന്താടാ, ഞങ്ങളിപ്പോൾ ബെസ്റ്റ് കപ്പിൾസ് തന്നെയാണ്, എന്നിട്ട് ഞങ്ങൾക്കല്ലേ ഫസ്റ്റ് കിട്ടിയത്, നിനക്ക് എന്ത് തേങ്ങയാ കിട്ടിയത് എന്നെല്ലാം സച്ചി ചോദിക്കുന്നുണ്ട്. നീ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയോട് വഴക്കിടാൻ പോകുന്നുണ്ട് ശ്രുതി. ഇത് കണ്ടുകൊണ്ടാണ് രവി വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇവിടെ വഴക്ക്, നിങ്ങൾ എപ്പോഴും വഴക്ക് കൂടിക്കൊണ്ടാണല്ലോ, ശരി ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. സച്ചിയും രവിയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ഞങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്, ഇതാ കണ്ടില്ലേ കപ്പ്, ക്യാഷ് പ്രൈസും കിട്ടി എന്ന് പറയുന്നുണ്ട് സച്ചി. രവി പറയുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു, കാരണം നിങ്ങളാണ് ബെസ്റ്റ് കപ്പിൾസ്, എൻ്റെ മനസ്സിലെ ഏറ്റവും നല്ല കപ്പിൾസ് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സ്നേഹമെല്ലാം കാണുമ്പോൾ എനിക്ക് തന്നെ പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട്, അത്രയും നല്ല കപ്പിൾസാണ് നിങ്ങൾ എന്ന് പറയുന്നുണ്ട് രവി. സച്ചി പറയുന്നുണ്ട്, അച്ഛൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത്, പിന്നെ അച്ഛൻ്റെ ഈ വാക്കുകളാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു അവാർഡ്, ഇതിലും മേലെയൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അച്ഛ എന്ന് പറയാണ്. രേവതി പറയുന്നുണ്ട്, അതെ അച്ഛ, അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും അല്ല മോളെ, നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ നല്ല കപ്പിൾസ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത്. ഏതായാലും നമുക്കിത് പായസം വെക്കണം എന്ന് പറയുന്നുണ്ട് രവി. ചന്ദ്ര പറയുന്നുണ്ട്, ഓ, എന്തിനാ പായസം വെക്കുന്നത്, ആ ജഡ്ജസിന് വല്ല തെറ്റും പറ്റിയതായിരിക്കും, അല്ലാതെ ഇവർക്ക് എങ്ങനെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടാനാ, എൻ്റെ ശ്രുതിയാണ് നല്ല കപ്പിൾസ്, എന്നിട്ട് അവര് ഔട്ടായെന്നോ എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതി. നീ എന്തൊക്കെയാ ചന്ദ്ര ഈ പറയുന്നത്, ഇവരും എൻ്റെ മകനും മരുമകളും അല്ലേ, ഇവർക്ക് ഫസ്റ്റ് കിട്ടിയാലും നീ സന്തോഷിക്കല്ലേ വേണ്ടത്. എത്ര കപ്പിൾസ് ഉണ്ടായിരുന്നു അവിടെ, അവർക്കൊന്നും കിട്ടാതെ സച്ചിക്കും രേവതിക്കല്ലേ ആ അവാർഡ് കിട്ടിയത്. അപ്പോൾ നോക്ക്, അവരാണ് ഏറ്റവും നല്ല കപ്പിൾസ്, മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും അവരാണ് ഏറ്റവും നല്ല ദമ്പതികൾ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഓ, ഒരു ദമ്പതികൾ വന്നിരിക്കുന്നു, ഇതെന്ത് ഫ്രോഡ് പരിപാടിയാണ്, ഇത് വല്ല കള്ളക്കളിയും കളിച്ചു കാണും, അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഫസ്റ്റ് കിട്ടിയത്, അല്ലാതെ ഇവർക്ക് ഫസ്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. വർഷ പറയാണ്, ആന്റിക്ക് കുശുമ്പ, അതുകൊണ്ട് ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്, അവര് നല്ല കപ്പിൾസാ, അവർക്ക് തന്നെ അതിന് യോഗ്യത, സച്ചിന് തന്നെയാണ് ആ ക്യാഷ് പ്രൈസിന് യോഗ്യത എന്നെല്ലാം പറയാണ്. ചന്ദ്രമതി ഇത് കേൾക്കുമ്പോൾ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഈ തലയും താഴ്ത്തിക്കൊണ്ട് പോവുകയാണ്. പുറകെ ശ്രുതിയും കയറി പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ സച്ചിൻ രേവതിയും
മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. രേവതിയോട് സച്ചി പറയുന്നുണ്ട്, കണ്ടില്ലേ രേവതി, നമുക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ അവരാകെ നാണം കെട്ടുപോയി. അവനിവിടെ എന്തൊക്കെ വീരപദം മുഴക്കിയിരുന്നത്, അവന് തന്നെ ഫസ്റ്റ് കിട്ടും, നമ്മൾ പങ്കെടുക്കുന്നത് തന്നെ വേസ്റ്റ് ആണ് എന്നൊക്കെയല്ലേ അവൻ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ നോക്ക്, നമുക്കല്ലേ ഫസ്റ്റ് കിട്ടിയത്, ദൈവം നമ്മളുടെ കൂടെയാണ് രേവതി എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാലോ സച്ചേട്ടൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ സച്ചേട്ടൻ അറിയാവുന്നതല്ലേ ഞാൻ സച്ചേട്ടനെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ സ്നേഹമാണ് നമ്മളെ വിജയിപ്പിച്ചത്. നമ്മൾ തമ്മിലുള്ള സ്നേഹവും കരുതലും ഒക്കെയാണ് നമ്മളെ വിജയിപ്പിച്ചത് എന്ന് പറയാണ്. അതേ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അകത്തോട്ട് കയറി പോവുകയാണ്. സുധിയാണെങ്കിൽ പെട്ടെന്ന് റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, എടാ നാണക്കേട് കൊണ്ട് മുറിയിൽ കയറി ഒളിക്കാൻ വേണ്ടി പോവുകയാണോ നീ എന്ന് ചോദിക്കുകയാണ്. നീ ഒന്ന് പോടാ, എനിക്ക് വേറെയും പണിയുണ്ട്, എനിക്ക് ഓഫീസിലോട്ട് പോകാനുള്ളതാ, അല്ലാതെ എന്നെ പോലെ ചുമ്മാ കാറും എടുത്ത് കറങ്ങി നടക്കലല്ല എൻ്റെ ജോലി, എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, നീ എന്ന ജോലിക്ക് ചെല്ലി, അതെങ്കിലും നടക്കട്ടെ, ഏതായാലും മത്സരത്തിലോ തോറ്റുപോയി എന്ന് പറയാണ്. രവി പറയുന്നുണ്ട്, മോളെ നീ പോയി ഒരു പായസം വെക്ക്, ഇന്ന് നിങ്ങൾ വിജയിച്ചതല്ലേ, അത് നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് പറയുന്നുണ്ട്. ശരി അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലോട്ട് പോവുകയാണ്. അച്ഛാ ഈ കാര്യം നമുക്ക് മുത്തശ്ശിയോട് വിളിച്ച് പറയണ്ടേ എന്ന് പറയുന്നുണ്ട് സച്ചി. അതേടാ, മുത്തശ്ശിക്ക് വിളിച്ച് പറയും, മുത്തശ്ശിക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാവും, നീ വിളിച്ച് പറയേ എന്ന് പറയുന്നുണ്ട്. ശേഷം സച്ചി മുത്തശ്ശിക്ക് വിളിച്ച് പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് രേവതിക്കാണ് ഫസ്റ്റ് കിട്ടിയത്, ബെസ്റ്റ് കപ്പിൾസിനെ തെരഞ്ഞെടുക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ എല്ലാവരും മത്സരിച്ചിരുന്നു, ഫസ്റ്റ് കിട്ടിയത് ഞങ്ങൾക്കാണ് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെയല്ലേടാ വീരു, നിങ്ങളല്ലേ ഏറ്റവും നല്ല ദമ്പതികള്, അത് പിന്നെ ആർക്കാ അറിയാത്തത്, അതിനൊരു മത്സരത്തിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല എന്ന് പറയാണ്. അത് പിന്നെ മുത്തശ്ശി പറഞ്ഞത് ശരി തന്നെയാ, എന്നാലും ഇപ്പൊ ഞങ്ങളാണ് ബെസ്റ്റ് കപ്പിൾസ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആ ശ്രുതിയും ശ്രുതിയൊക്കെ അവർക്ക് തന്നെ ഫസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നതാ, ഞങ്ങൾ പോകുന്നതേ ചുമ്മാതാണെന്നൊക്കെ അവര് പറഞ്ഞത്, എന്നാ ഇപ്പൊ നോക്ക് ഞങ്ങൾക്കല്ലേ ഫസ്റ്റ് കിട്ടിയത് എന്നെല്ലാം പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, സന്തോഷമുണ്ടടാ അത് കേട്ടപ്പോ, നിങ്ങൾ തന്നെയാണ് ആ ഫസ്റ്റ് വാങ്ങിക്കാനുള്ള യോഗ്യതയുള്ളവര് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ നേരെ അവിടെ പോയി മത്സരിച്ചില്ലേ, നിങ്ങൾ വല്ല പൊട്ടത്തരം വിളിച്ച് പറഞ്ഞോ, എങ്ങനെയാ നിങ്ങൾ തോറ്റത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങൾ നന്നായി തന്നെയാണ് അമ്മയെ കളിച്ചത്, പക്ഷെ അവരെന്തോ തെരഞ്ഞെടുത്തത് സച്ചിയെയും രേവതിയുമാണ്, അതാണ് സംഭവിച്ചത്, ഞങ്ങൾക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് കിട്ടേണ്ടത്, ഇവരെന്തോ ജഡ്ജസിനെ വല്ല കൈക്കൂലിയും കൊടുത്ത് കാണും എന്ന് പറയാണ്. ചന്ദ്രമതി പറയുന്നുണ്ട്, നീ പൊട്ടത്തരം പറയാതെ ശ്രുതി, എങ്ങനെ കൈക്കൂലി കൊടുക്കാനാ, അതിനൊക്കെയുള്ള കാശ് അവന്റെ കയ്യിലുണ്ടോ, അവനൊരു നക്കാപ്പിച്ചയല്ലേ, അവന്റെ കയ്യിൽ ഒരു 5 കാശുണ്ടാവില്ല, എന്നിട്ട് എങ്ങനെ കൈക്കൂലി കൊടുക്കാനാ അവൻ എന്ന് പറയുന്നുണ്ട്. അതും ആന്റി പറഞ്ഞത് ശരിയാണ്, എങ്കിലും ഫസ്റ്റ് അവർക്ക് കിട്ടിയതിൽ ശ്രുതിക്ക് ഒരുപാട് വിഷമമുണ്ട്, ശ്രുതി ആകെ തകർന്നു പോയി അത് കേട്ടപ്പോ, എന്തായാലും ഫസ്റ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പോയതായിരുന്നു ശ്രുതി, എന്നിട്ടിപ്പോ കണ്ടില്ലേ അവർക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ ആകെ തകർന്നു പോയി പാവം എന്നെല്ലാം പറയാണ്. ശ്രുതിയാണെങ്കിൽ ഈ മുറിയിൽ പോയിരുന്നു, 1,00,000 രൂപ എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചതാ, അതും കയ്യിന്ന് പോയി, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും ദൈവമേ, ഇവന്റെ കളിയാക്കലാണെങ്കിൽ അതും സഹിക്കേണ്ടി വരുമല്ലോ, എന്തൊക്കെ വീരവാദം അവന്റെ അടുത്ത് ഞാൻ മുഴക്കിയത്, എന്നിട്ടിപ്പോ ഞാൻ തന്നെ തോറ്റുപോയല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. ആ സമയത്താണ് ശ്രുതി വരുന്നത്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഓവർ കോൺഫിഡൻസ് വേണ്ട, മത്സരിക്കാൻ പോവണ്ട എന്നൊക്കെ, എന്നിട്ടിപ്പോ എന്തായി, നമ്മൾ തോറ്റില്ലേ, ഇനി അവന്റെ കളിയാക്കൽ കേട്ടുകൊണ്ടേ ഇരിക്കണ്ടേ എന്നെല്ലാം പറയാണ്. അവൻ ഇനി കളിയാക്കിയല്ലേ അവൻ ഞാൻ തല്ലി ചതയ്ക്കും എന്ന് പറയുന്നുണ്ട് ശ്രുതി. അങ്ങോട്ട് ചെല്ലി തല്ലി ചതയ്ക്കാൻ, അവന്റെ കൈ അങ്ങോട്ടാ പോകുന്നത്, അവനും തല്ലും നിങ്ങളേനെ പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, ഇനി എന്ത് ചെയ്യും ശ്രുതി, നമ്മൾ തോറ്റുപോയില്ലേ, എന്നാലും നമ്മൾ എങ്ങനെയാ തോറ്റത് എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, നമ്മൾ നേരെ ഉത്തരം പറയണമായിരുന്നു, അതുകൊണ്ടല്ലേ നമ്മൾ തോറ്റത് എന്ന് പറയാണ്. സാരമില്ല, നമുക്ക് അടുത്ത മത്സരത്തിൽ നോക്കാം ഇനി എന്ന് പറയുന്നുണ്ട് ശ്രുതി. ശ്രുതി പറയാണ്, അത് ശരിയാ, ഇനി വല്ല മത്സരം വരുമ്പോൾ പോയി നോക്കാം എന്ന് പറയുന്നുണ്ട്. സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി നീ അവിടെ മത്സരത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും എനിക്ക് ഒരുപാട് അത് സങ്കടവും സന്തോഷവും ഒക്കെ വന്നു, നീ എന്നെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നതെന്ന് അത് പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അത് സച്ചിയേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി, സച്ചിയേട്ടൻ എന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത്, എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നത്, ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി സച്ചിയേട്ടൻ ഓരോ ഉത്തരം പറയുമ്പോഴും എൻ്റെ കണ്ണ് നിറയായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്.
ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.